ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത്, അതായത് കുറച്ച് കാലം മുൻപ് വരെ കല്യാണ വീടുകളിൽ, ക്രിസ്ത്യൻ കല്യാണ വീടുകളിൽ ഉണ്ടാക്കാറുള്ള ഒരു കറി, കുമ്പളങ്ങിയും ചിക്കൻ കൂടിയിട്ടുള്ള കറി. അപ്പോൾ ഇപ്പോഴത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറ്ററിങ് ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ പണ്ട് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇലയിൽ മീൻ കറിയും അതുപോലെ ഈ ചിക്കൻ കുമ്പളങ്ങ കറിയും സാലഡ്, അങ്ങനെ വളരെ കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉഗ്രൻ ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർക്കാർക്ക് നല്ല പരിചയമായിരിക്കും ഈ കറി. പ്രത്യേകിച്ച് എൻ്റെ ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ അത് നന്നായി കഴിച്ച് പരിചയമുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഇതത്ര പരിചയം പോരാത്തത്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർക്കാരൊക്കെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ്. ഈ കറിയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ചിക്കനും കുമ്പളങ്ങയും കറി വെച്ചു, നല്ല സ്മെല്ല് വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും ആൾക്കാർ. അപ്പം അത്രയും രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ വിട്ടിട്ട് പുറമേ ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ കുറച്ച് പരിചയമായിട്ടുണ്ടാവും, എന്നാലും കുറേ പേര് ചെയ്യാത്തൊരു കറിയാണ്. ഉരുളക്കിഴങ്ങ് കിട്ടുക സാധാരണ നമ്മൾ വെക്കുന്നതാണ്. അപ്പം ഈ ഒരു കറിയും കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഉടനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് ഇടാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഇപ്പോൾ അതേ ലൈക്ക് കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾ മറക്കില്ല. മിക്കവാറും എല്ലാവരും അത് മറക്കാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, ചിക്കൻ കുമ്പളങ്ങയിലെ പ്രധാനപ്പെട്ട താരം കുമ്പളങ്ങ. ഈ ഒരു വലിയ കുമ്പളങ്ങ പ്രിൻസാറിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അവിടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയിലും താഴെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ, അത് ഞാൻ കഴുകി വൃത്തിയാക്കി. അപ്പോൾ എല്ലുള്ള പീസൊക്കെ തന്നെയാണ് കേട്ടോ. അതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പണ്ടൊക്കെ ആണെങ്കിൽ നാടൻ കോഴിയാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടാൻ പെട്ടെന്ന് എളുപ്പമില്ലാത്തത് കൊണ്ട് സാധാരണ ചിക്കൻ കൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നേരത്തെ തന്നെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് 1 മണിക്കൂറോളം അതിൻ്റെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക്, അത് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ടൊമാറ്റോ, അത് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളികേരമൊക്കെ വറുത്തരച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഒരു 5-10 ചുവന്ന ഉള്ളി, ഒരു തുടം വെളുത്തുള്ളി, പിന്നെ കുറച്ച് മസാലകൾ വേണം. കറുവാപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ കസ്കസ്, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 6-7 നമ്മുടെ കറിയാമ്പൂ, 2-3 ഏലക്കായ, ഒരു തക്കോല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. ഒരു നാളികേരത്തിൻ്റെ പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു 5 കപ്പോളം 2-ാം പാലും 1/2 കപ്പ് 1-ാം പാലും. പിന്നെ ഉപ്പ് വേണം. വെളിച്ചെണ്ണയിൽ നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഭാഗമൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചിക്കൻ കുമ്പളങ്ങ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം 1.5 കിലോ തൊട്ട് 2 കിലോ വരെ കുമ്പളങ്ങ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ അതിന് കുമ്പളങ്ങ ഇടുമ്പോൾ അത് ചുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി. അത് ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളികേരവും മസാലകളൊക്കെ കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, ഉള്ളി, മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ മസാലകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലകളാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് വറുക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് വരുന്നത്. ഇത് നമുക്ക് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്തിട്ട് മല്ലിപ്പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് ചൂടാറണം കേട്ടോ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ നന്നായി അരയുന്ന ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, 2ാം പാല്, അതിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതല്ലെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ കറി ആയതുകൊണ്ട് നമ്മളൊരു മൺചട്ടിയാണ് ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ കറി ഉണ്ടാക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ. പകുതി ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ പകുതി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1-2 മിനിറ്റ് ഈ മസാല പേസ്റ്റ് ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കുമ്പളങ്ങ അത് നന്നായി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്യാം. കുമ്പളങ്ങയിലേക്ക് ആവശ്യമുള്ള സോൾട്ട് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. ചിക്കനിൽ നേരത്തെ തന്നെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാളികേരത്തിൻ്റെ 2ാം പാല് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ. അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആദ്യം നന്നായി തിളച്ച് വരട്ടെ. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, വെള്ളം ഈ കുമ്പളങ്ങേന്ന് ഇറങ്ങി വന്നു. അപ്പോൾ കുറച്ചും കൂടി അതിൽ ഗ്രേവിയായി. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടല് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റും തുറന്ന് വെച്ചിട്ട് 15 മിനിറ്റും അങ്ങനെ ഒരു 25 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തൻപാൽ ഒഴിച്ചു കൊടുക്കാം. തൻപാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തള വരുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചിക്കൻ കുമ്പളങ്ങക്കറി ട്രൈ ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. എല്ലാവരും ഈ ഡിഷ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്ത തവണ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.